ഇത് ഞങ്ങൾ ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ്. വിഷു പ്രിപ്പറേഷൻ. കിച്ചണിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫേസിൽ ഫേസ് പാക്ക് ഇടാം. അതാണ് എൻ്റെ പ്രിപ്പറേഷൻ. ഇതെന്താണെന്ന്? ഇത് ഇരട്ടി മധുരം, ഇത് മസൂർ ദാൽ. ഇത് രണ്ടും മാത്രം മതിയാ മിക്സ്. രണ്ടും ഈക്വലായിട്ട്. മധുരം കുറച്ച് കുറഞ്ഞാലും സാറില്ലേ? എന്താണ് ഇതിൽ? മസൂർ ദാൽ. മസൂർ ദാലാണ് കുറച്ച് കൂടുതൽ. ഇതിപ്പോൾ കുറച്ച് കൂടുതലായി എനിക്ക് തോന്നണം. ഇതിൽ എന്ത് മിക്സ് ചെയ്യും? വെള്ളം, റോസ് വാട്ടർ, ഇതിൽ തേൻ, പിന്നെ ശരിക്കും പറയാൻ ഇതിൽ പൊട്ടാറ്റോയുടെ ആഡ് ചെയ്യാം. ഇതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ പൊട്ടാറ്റോ ശരിയാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടതല്ലേ? ആ, പുള്ളി വയ്ക്കുന്നു പട്ടി. എന്നിട്ട് കഞ്ഞോളൂ. അപ്പം ഞാൻ ഫേസൊക്കെ കഴുകിയിട്ട് പാക്ക് ഇടുകയാണ്. നാളെ എവിടെയും പോകുന്നില്ല, എന്നാലും ചുമ്മാ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ഫേസ് പാക്ക് ഇട്ടു. കഴുത്തിലിട്ടില്ല, മാലയൊക്കെ ഊരേണ്ടി വരും, പിന്നെ ഡ്രസ്സിലൊക്കെ ആവും കിടക്കാനുള്ളതുകൊണ്ട് ഞാനിവിടെ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഫേസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 15-20 മിനിറ്റ് ആകുമ്പം കളയാം, അല്ലെങ്കിൽ ഇത് വലിയുന്ന പോലെ തോന്നും. ആ സമയത്തായാലും കളഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിഷുവിന് കണിയൊക്കെ ഫുൾ ഒരുക്കിയിട്ടില്ല, ജസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ളൂ. രാവിലെ ഒരുക്കുള്ളൂ. അതൊന്ന് കാണിച്ചു തരാം. ഇതിനി രാവിലെ ഇവിടെ ഫുള്ള് കണി ഒരുക്കുള്ളൂ. ഇത് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി രാവിലെ ഇതെല്ലാം സെറ്റാക്കുള്ളൂ. അപ്പോൾ ഇതാ ദച്ചുമോള് നല്ല ഉറക്കത്തിലാണ്. അവളെ ഞാൻ പിടിച്ച് കിടത്തി ഉറക്കി. നാളെ നേരത്തെ എന്തായാലും എണീപ്പിക്കണമല്ലോ കണി കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ കുഞ്ഞിപ്പപ്പീനെ നേരത്തെ ഉറക്കി. അവളുടെ 2ാമത്തെ വിഷുവാണിത്. എനിക്ക് തോന്നുന്നു അവൾക്ക് 1 മാസമുള്ളപ്പം വിഷു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവൾക്ക് ഒന്നും അറിയാനായിട്ടില്ലായിരുന്നല്ലോ. അപ്പം അതും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. അല്ലാണ്ട് ഉള്ള 2ാമത്തെ വിഷുവാണിത്. ഈ പ്രാവശ്യം നന്നായി അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണനെയൊക്കെ കാണുമ്പം അമ്പോറ്റിയാണ് അങ്ങനെയൊക്കെ അറിയാനുള്ള പ്രായമായി. അപ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അവളെങ്ങനെയാണ് അത് കാണുമ്പോൾ റിയാക്ട് ചെയ്യാമെന്ന്. ഇനി എണീക്കുമോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അതൊക്കെ ഇനി നാളെ കാണണം. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കഴുകിക്കളയും. എന്നിട്ട് കുറച്ച് നേരം ഫോൺ നോക്കിയിട്ട് അങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് കണി കാണുമല്ലോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇതാ ഞാൻ കണി കാണാൻ വേണ്ടി വരുവാണ്. സ്റ്റെപ്പ് അവിടം വരെ അച്ഛനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇറങ്ങി വന്നതാണ്. ദച്ചു കരണമുണ്ട് എടുക്കാൻ പോയതാണ് അച്ഛൻ. അപ്പോൾ ഇതേ ഞാൻ തൊഴുതു. ഇതാ ദച്ചുനെയും തൊഴിപ്പിച്ചു. ഞങ്ങളിത് വിഷു കൈനീട്ടം വാങ്ങുകയാണ്. വിഷു ആകുമ്പോൾ കൈനീട്ടം കിട്ടുമല്ലോ. ഇതേ അപ്പം കുഞ്ഞിനും കൊടുത്തു, എനിക്കും തന്നു. പൈസ ഇതേ അച്ഛൻ തരുവാണ്. തന്നു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ഇതാ ഫുഡ് ഓൾറെഡി ഏർലി മോർണിംഗ് തന്നെയാണ് ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഇത് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലത്തെ ആദ്യമേ റെഡിയായി. പിന്നെ ഇത് ഉച്ചയ്ക്കത്തെ പായസം സെറ്റായി, ഉപ്പേരി സെറ്റായി, അവിയൽ സെറ്റായി, പരിപ്പ് സെറ്റായി, പച്ചടി സെറ്റായി, എല്ലാം റെഡിയായിട്ട്. പിന്നെ ചോറും റെഡിയായിരുന്നു. ഫുള്ള് ഏർലി മോർണിംഗ് തന്നെ റെഡിയാക്കി.
ഹായ് നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അതെ. ഞങ്ങളിവിടെ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിവിടെ ആകെ 3 പേരേ ഉള്ളൂ. പൊതുവെ ഞങ്ങൾ നാട്ടിൽ പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. നാട് പാലക്കാടാണ്. പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ എറണാകുളത്താണ്. സോ കുറച്ച് കറികൾ മാത്രം വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞ് സദ്യയാണ് ഒരുക്കുന്നത്. വെച്ചു ഇപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ചേച്ചി വീട്ടിലാണ്, അവിടെയാണ്. അപ്പോൾ ചേച്ചിയുടെ വിഷു സെലിബ്രേഷൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് വയ്യേ കാണാം. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇവിടെ അടുത്തുള്ളത് തന്നെയായിരുന്നു, കാവിലാണ് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്തു. കുഞ്ഞിനെയും കൊണ്ടും ഡാൻസും പിന്നെ ഡബ് സ്മാഷും അങ്ങനെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ഇത് കുഞ്ഞി പാപ്പിക്ക് കൊടുത്തതാണ്, ഇത് അച്ചുവിനുള്ളതാണ്. അപ്പോൾ അവൾ അവിടെ ഇരുന്നുകൊണ്ട് പപ്പടം ആദ്യമേ വെച്ച് കൊടുത്തുകൊണ്ട് പപ്പടം ഇരുന്ന് കഴിക്കലാണ് ആശാത്തി. ചോറെത്തുന്നതിന് മുമ്പ് തന്നെ പപ്പടം ഒരുവിധമൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കുന്നുണ്ട് ഇലയ്ക്കകത്ത്. കഴിക്കുമൊന്നുമില്ല മര്യാദയ്ക്ക്, ഫുള്ള് വാരിയിടലൊക്കെ തന്നെ. ചോറ് വന്നു, ഓരോ കറിയൊക്കെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ചിലതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടാണ്ട് തുപ്പിക്കളയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. അവസാനം പായസം, അടപ്പായസമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി മേക്കപ്പൊക്കെ കളയാനുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ പുറത്ത് പോകും, ചിലപ്പോൾ പോവില്ല, ഡിപ്പെൻസാണ്. അപ്പം ചേച്ചി കൂടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ. ചേച്ചി വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ വിഷു നമുക്ക് കണ്ടിട്ട് വരാം. ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ കേട്ടോ. തലേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേണം വിഷുക്കണി ഒരുക്കാൻ. അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്നു. ഇനി ഞങ്ങൾ വിഷുക്കണി ഒരുക്കാൻ പോവുക. അമ്മ അവിടെ ഓൾറെഡിയൊക്കെ അടുത്തൊക്കെ കൊണ്ടുപോയി വെച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കത് അറേഞ്ച് ചെയ്ത് വെക്കണം. അത് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് വിഷുക്കണി സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളിൽ ചക്ക ഉണ്ടായിരുന്നില്ല. ബാക്കി ഒരുവിധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക നോക്കിയപ്പോൾ ചക്കയില്ല. ചക്ക മെയിനാണല്ലോ വിഷുക്കണീൻ്റെ. അപ്പോൾ ഞാൻ വന്നു, ഒരു ചക്കയും കൂടി നമുക്ക് ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ചക്ക ഒപ്പിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. ചക്ക പറിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പം. അങ്ങനെ ഞങ്ങൾ പോയി ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കണി വയ്ക്കാനുള്ള സാധനങ്ങൾ. ഏകദേശം കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഒരു സന്ധ്യയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയല്ലോ, രാത്രിയൊക്കെ ആയിട്ട്. പിന്നെ പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് പടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊട്ടുന്ന പടക്കമൊന്നും മേടിച്ചില്ല. നിച്ചുവിന് പടക്കം പേടിയായതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് പൊട്ടാത്ത ഇതാണ് കൂടുതൽ സാധനങ്ങൾ മേടിച്ചത്. കമ്പിത്തിരി, മത്താപ്പൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്നിട്ടും അവൾക്ക് ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വലിയ കാര്യത്തിലൊക്കെ വന്ന് മേടിച്ച് ചെയ്തു, കണ്ടില്ലേ. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്തോ ചെറിയ തീപ്പൊരി കാലിൽ തട്ടി എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പേടി. പിന്നെ എൻ്റെ ഒക്കത്ത് കയറി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ പേടി മാറി ഇതൊക്കെ. അപ്പം അങ്ങനെ പടക്കം മീൻസ് ഇങ്ങനെ ഇതൊക്കെ കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത പണി. അപ്പോൾ ഞാനിപ്പോൾ അവളെ എടുത്ത്, അവൾക്ക് പേടിയായിട്ട് പിന്നെ ഒക്കത്തൊന്നും താഴെ ഇറങ്ങുന്നുണ്ടായില്ല. ആരാണ് കത്തിക്കുന്നത് അവരുടെ ഒക്കത്തുനിന്ന് അടുത്ത ആളുടെ ഒക്കത്തേക്ക്. പിന്നെ ഞാൻ പേടി മാറ്റാൻ വേണ്ടി കമ്പിത്തിരിയൊക്കെ എടുത്ത് ഓരോന്ന് കാണിച്ച് നിത്താരാന്ന് എഴുതാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ച് പേടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ പിന്നീട് ആളുടെ പേടി മാറിക്കണ്ട. എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് പതുക്കെ കറക്കാനൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ പതുക്കെ പിന്നെ പേടി മാറി. പിന്നെ തനിയെ പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറിക്കഴിഞ്ഞ് ഞങ്ങൾ വേഗം കണി ഒരുക്കാനായിരുന്നു. ഒരുപാട് വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കണി കാണാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. അതുകൊണ്ട് നേരത്തെ കിടക്കുകയും വേണം. അപ്പോൾ ഒരുപാട് വൈകിക്കാതെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി വെച്ചു. പിന്നെ ഈ കണിക്കൊന്ന മേടിച്ചതാട്ടോ. ഇവിടെ അടുത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ കാശ് കൊടുത്ത് തന്നെ മേടിച്ചതാണ്. പിന്നെ എല്ലാ സാധനങ്ങളും കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഒന്നും ഉണ്ടായതൊന്നുമല്ല. പിന്നെ കൊന്നപ്പൂവൊന്നും അടുത്ത് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, വിഷു സമയമായപ്പോഴത്തേക്കും കൊഴിഞ്ഞു പോയി. പിന്നെ കുറച്ചൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്കൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ കിട്ടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മേടിച്ചു, കാശ് കൊടുത്ത് മേടിച്ചു.
അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്തതാ ഓരോന്ന് വെച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെയും പിന്നെ ആ ഞൊറി വെക്കുന്നതും പിന്നെ ഒരു മയിൽപ്പീലി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒക്കെ വെച്ച് എൻ്റെ കൂടെ സെറ്റ് ചെയ്ത് അങ്ങനെ വിഷുക്കണി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനൽ ടച്ചപ്പായി. കോയിൻ, സ്വർണ്ണം കോയിനൊക്കെ ഇടുമല്ലോ, അപ്പോൾ സ്വർണ്ണം കൃഷ്ണൻ്റെ കഴുത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കോയിനും കൂടി വച്ച് അങ്ങനെ കണി ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. ഇത് പിന്നെ വെളുപ്പിന് കണി കാണാൻ എഴുന്നേറ്റപ്പോൾ ഉള്ളതാണ് കേട്ടോ. അമ്മ ആദ്യം എഴുന്നേറ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കണി കണ്ടു. അമ്മ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കണി കണ്ടു. അത് കഴിഞ്ഞതാ ലാസ്റ്റാണ് നിച്ചുവിനെ വിളിച്ചത്. അപ്പം നിച്ചുവിനെ വിളിച്ച് കണി കാണാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചതാണ്. അവൾക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ കണിയൊക്കെ കണ്ടു. പിന്നെ പെട്ടെന്ന് വെളിച്ചത്തേക്കിലേക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ അമ്പൂറ്റി എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാണിച്ചു, തൊഴാൻ പറഞ്ഞു, തൊഴുതു. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ നന്നായിട്ടൊക്കെ തൊഴുതു, കണിയൊക്കെ കണ്ടു. പിന്നെ കണി കാണാനായിട്ട് വച്ച കോയിൻ വെച്ചിട്ട് വീട്ടിലെ മൂത്ത ആൾ എല്ലാവർക്കും വിഷു കൈനീട്ടം പോലെ തരുമല്ലോ, അരിയും കോയിനൊക്കെ കൂട്ടി. അങ്ങനെ അതൊക്കെ തന്നു. പിന്നെ അതേ വീണ്ടും ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പടക്കം പൊട്ടിക്കുക മീൻസ് കമ്പിത്തിരി, പടക്കം അധികം ഉണ്ടായിരുന്നില്ല. ഇനി കമ്പിത്തിരിയും ടോർച്ച് പോലത്തെ സംഭവങ്ങളും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ തന്നെയായിരുന്നു. പിന്നെ കുറച്ചുണ്ടായിരുന്നു അങ്ങനെ സൗണ്ട് കേൾക്കുന്നതൊക്കെ. ഒരുപാടൊന്നും മേടിച്ചില്ല. അവന് അപ്പുറത്ത് ആദ്യം കത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാം പെട്ടെന്ന് തന്നെ കത്തിച്ച് തീർത്തു. അത് കഴിഞ്ഞ് കറികൾക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ അരിഞ്ഞൊക്കെ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകും. പിന്നെ സാമ്പാർ, മാമ്പഴക്കറി, അവിയൽ, ഓലൻ, പപ്പടം, പിന്നെ അച്ചാർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയൊക്കെയാണ്. ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല, വെറുതെ വേസ്റ്റായിപ്പോൾ. അപ്പോൾ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒരുക്കി വെച്ചു. ഇനി കുളി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി പാചകമെല്ലാം. ഹലോ, അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ. ഇവിടെ അതേ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഹായ് പറയും. ഇവിടെ അതെ ഞങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാമ്പാർ, രാവിലെ ഇഡലിയാണ്. അപ്പോൾ സാമ്പാർ ആദ്യം വയ്ക്കുകയാണ്. സാമ്പാർ റെഡി ആവണമല്ലോ ഇഡലിക്ക്. പിന്നെ ഇനി ബാക്കിയെല്ലാം ഉണ്ടാക്കണം. ഇവിടെ ദേ ഇഡലി ആവുന്നുണ്ട്. പിന്നെ ബാക്കി എരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതെല്ലാം സെറ്റാക്കണം. അതാണ് പരിപാടി, അല്ലേ അമ്മേ? ഞാൻ ഇതാ ഇപ്പോൾ ഒരു ചായയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണിയൊക്കെ ഇവിടെയുണ്ട്. ഒക്കെ വിളക്കൊക്കെ ഇട്ട്. അപ്പോൾ അത് നിച്ചു എണീറ്റിട്ടില്ല, അവൾ ഉറക്കമാണ്. കണി കണ്ട് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും ഉറങ്ങി. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം അവളെ എഴുന്നേൽപ്പിച്ച് പല്ലേൽപ്പിച്ച് കുളിപ്പിച്ച് അവൾക്കും ഭക്ഷണം കൊടുക്കണം, എനിക്കും കഴിക്കണം. അങ്ങനെയൊക്കെ. ഇത് ഞങ്ങളുടെ അവിയലാണ്. അവിയലിൻ്റെ കഷ്ണം അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാമ്പാർ കഴിഞ്ഞു, ഇനി അവിയൽ ആവുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തത്. നിച്ചുക്കുട്ടി എഴുന്നേറ്റ് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, അല്ലേ? ഇന്നെന്താ പ്രത്യേകത പറഞ്ഞേ? അതല്ലടാ, ഇന്ന് എന്ത് ദിവസം? ഇന്ന് വിഷു. വിഷു ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങളിപ്പോൾ സാധാ ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ടേക്കണേ, വേറെ ഡ്രസ്സൊന്നും ഇട്ടല്ല. കുറച്ച് കഴിയുമ്പോൾ വേണം ഞങ്ങൾക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ട്. പച്ചപ്പട്ട് പാവാടിയാണ്, അതാണ് പച്ച ഉടുപ്പ് എന്ന് പറയുന്നത്. ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണം, അല്ലേ? അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഞങ്ങൾ പോയി ഇഡലി കഴിക്കട്ടെ, അല്ലേ? ബൈ ടാറ്റാ. ബൈ ബൈ ടാറ്റാ.
പിന്നെ ഇതാ ഓരോ പണികൾ തകൃതിയായിട്ട് പിന്നെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ സാമ്പാറും അവിയലും ആയി അല്ലേ അമ്മ? ഇനി മാമ്പഴക്കറി ആയിട്ടുണ്ട്, പിന്നെ ഓലൻ ആവാനുണ്ട്. അത്രയല്ലോ. പപ്പടം കാച്ചണം. ബാക്കിയെല്ലാം കഴിഞ്ഞു. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അച്ചാറ് പുളിയിഞ്ചിയൊക്കെ മേടിക്കുകയാണ് ചെയ്തത്. പായസവും മേടിച്ചു. പായസം ഇപ്പോൾ വെക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യണം. പായസം മേടിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ പപ്പടം കാച്ചലോട് കൂടി ഞങ്ങളുടെ സദ്യ ഒരുക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ പപ്പടമുണ്ട്, ഇവിടെ മാമ്പഴക്കറി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അവിയലുണ്ട്, ഓലനുണ്ട്. ഓലനിങ്ങ് ആവി പറക്കും. ഇത് ചോറ് വാർത്ത് വെച്ചേക്കാം. അച്ചാർ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇത് പായസം, പാലട പായസം, പരിപ്പ് പായസം. ഇത് രണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഗൈസ്, ഇത് രണ്ടും മേടിച്ചതാണ്. ബാക്കി കറികളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ചോറ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പായസം മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് സദ്യവട്ടങ്ങൾ. ഈ സദ്യ എല്ലാം ഉണ്ടാക്കിയ വ്യക്തിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഞാൻ ചുമ്മാ കുറച്ച് കൈസഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്രെഡിറ്റ്സും അമ്മയ്ക്കാണ്. അമ്മയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയത്. ഒന്ന് നോക്കി ചിരിക്കൂ. അമ്മയാണ് ഗൈസ് എല്ലാം ഉണ്ടാക്കിയത്. ഹലോ, അപ്പോൾ ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറി. അതിനിടയിൽ ഞാനൊരു വീഡിയോ ചെറിയ ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നിച്ചൂട്ടിയെ റെഡിയാക്കി. പറ്റുവാവാറ്റിക്കിട്ടല്ലേ റെഡിയായി. അമ്മയും റെഡിയായി. ബാക്കിയുള്ളവരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സദ്യ റെഡിയായി. ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസൊക്കെ എടുത്ത് സദ്യയൊക്കെ കഴിച്ച്. അപ്പം സദ്യ കഴിക്കണത് കാണിക്കണ്ടേ? അപ്പം സദ്യ കഴിക്കണത് കാണാൻ പറയാം. ഓക്കെ, ബൈ. അത് കഴിഞ്ഞതേ ഞങ്ങൾ സദ്യ കഴിക്കാൻ ഇരുന്നു എന്ന് വെച്ചാൽ വിളമ്പാണ്. വിളമ്പലൊരു പണിയാണല്ലോ. സദ്യ ഒരുക്കുന്ന പോലെ തന്നെ ഒരു പണിയുള്ള കാര്യമാണല്ലോ വിളമ്പുക എന്നുള്ളത്. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരിക്കുക. ഞാൻ ഈ വീഡിയോ എടുത്തതിൽ സാമ്പാർ ഒഴിക്കാതെ കേട്ടോ വീഡിയോ എടുത്തത്. സാമ്പാർ ഇതിൽ മിസ്സാണ്. അതെ, നിച്ചൂട്ടിരുന്ന് കഴിക്കുക. ആൾക്കൊരയില ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ തനിയെ ഇരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കറികളൊന്നും കൂട്ടില്ലെന്നുള്ളൂ. ഒരുവിധമൊക്കെ കഴിച്ചു. പക്ഷെ എന്നാലും കൊടുത്തത് ഒരുമാതിരിയൊക്കെ മൊത്തം കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ വോയിസ് ആണെങ്കിലും വോയിസ് ഓവറിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിച്ചുവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അവളിവിടെ കിടന്ന് ബഹളമാണ്. ഓക്കെ, അപ്പം ഞങ്ങളിത് ആ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വന്നിരിക്കുകയാണ്. പായസം കുടിച്ചിട്ടില്ല, കാരണം പായസം കുടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വയറ് ഫുള്ളായി. പായസം കുടിക്കാനുണ്ട്. അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിക്കാം. ഇവിടെ ഒരാൾക്ക് ഡ്രസ്സ് മാറിയിടണമെന്നും പറഞ്ഞ് ചൊറിയണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ട് ഇത് കഴിച്ചിടാമെന്ന് ഇരുത്തിയേക്കുക. ബൈ പറയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇനി ഇതിനെ കൂരി കൊടുത്തൊന്ന് സ്വസ്ഥാക്കി വിടണം. ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. നേരത്തെ എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നുറങ്ങി. എന്നാലും കുറച്ച് നേരമേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്നും കൂടി ഉറങ്ങിയാലാണ് സെറ്റ് ആവുള്ളൂ. എന്നാടാ കാണിക്കണേ? ബൈ പറയും എല്ലാവരോടും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കേ.